വെഡ്ഡിങ് സാരി പർച്ചേസ് ചെയ്യാനായിട്ട് ഞങ്ങൾ തൃശ്ശൂരുള്ള ജയലക്ഷ്മിയിലാണ് പോയത്. അപ്പോൾ എവിടേക്ക് പോവും എന്ന് ആദ്യമുള്ള കുറേ കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ജയലക്ഷ്മിയിൽ പോവാന്ന്. അപ്പോൾ എനിക്ക് എന്തോ ജയലക്ഷ്മി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ പോയിട്ട് എനിക്ക് അവിടുത്തെ ചേച്ചിമാരെയൊക്കെ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ അവർ നമ്മൾ അത്രയും കംഫർട്ടായിട്ട് നിർത്തും. അപ്പോൾ എനിക്ക് അവിടുത്തെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ പോയി. ഞാൻ അവിടെ ചൂസ് ചെയ്തു പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും വിളിച്ച് ഞങ്ങൾ പോയി. ഒരു സൺഡേ ഒരു മോർണിംഗിൽ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഞാൻ നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് ഞങ്ങൾ ചായയും കാപ്പി വെള്ളം കുടിച്ചവിടെ ഇരുന്നു. പിന്നെ ഞാൻ സമയത്ത് ഞങ്ങൾ കയറി. കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചിമാർ ഞാൻ കുറേ സാരിയൊക്കെ കൊടുത്ത് നിന്നു. എനിക്ക് ലാസ്റ്റ് വയ്യാണ്ടായി. ഞങ്ങൾ കിട്ട് സാരിയും അതുപോലെ തന്നെ മന്ത്രകോളം എടുക്കാനാണ് പോയത്. രണ്ടും സാരി ഞാൻ എടുത്തത്. ആദ്യം ഗൗൺ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവർക്കും സാരി മതി എന്നുള്ളൊരു ഇത് വന്നു. അപ്പോൾ എനിക്ക് കൊടുത്ത് നോക്കിയപ്പോൾ എനിക്കും ഇഷ്ടമായി. അങ്ങനെ ഞാൻ വീണ്ടും സാരി ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരി നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞാൻ അടുത്തുള്ള ഒരു നേവി ബ്ലൂ ആണ് ഞാൻ അടുത്തുള്ളത്. എനിക്ക് ഇതിലിപ്പോൾ നോക്കുമ്പോൾ എനിക്ക് റെഡ് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ പറഞ്ഞിട്ട് കാര്യം എടുത്ത് പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. മറ്റേത് ഞാൻ കെട്ടിന് ഞാൻ എടുത്തിട്ടുള്ളതൊരു പേൾ വർക്കുള്ളൊരു സാരിയാണ് എടുത്തത്. എനിക്കിഷ്ടമായി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറേ സാരീസൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എൻ്റെ ഇഷ്ടം പോലെ ഉടുത്ത് നോക്കിയിട്ടുണ്ട്. അവിടെയുള്ള ഒരു വിധം സാരീസ് ഞാൻ ഉടുത്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം എന്താ പറയുക, പ്രൈസും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ നമ്മുടെ റേഞ്ചിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റാം. ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നോക്കാം. അങ്ങനെ